ഒരാൾ എന്നെ സ്നേഹിക്കുന്ന എന്റെ ഉമ്മയുടെ ഗർഭാപാത്രത്തിൽ ഒരു ഇന്ദ്രിയ തുള്ളിയെ ചിത്രം കൊത്തി രൂപം നൽകി എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തി കിടത്തി ഉറക്കി തീറ്റി കുടിപ്പിച്ച് എന്റെ മലമൂത്ര വിസർജനം നടത്തിത്തന്നു എന്നോടൊപ്പം നിന്ന് കാര്യങ്ങൾ നടത്തിത്തന്ന രാജാതിരാജനായ റബ്ബിന് ഞാനിന് വെറുപ്പിക്കില്ല എന്നൊരാദർശത്തിലേക്ക് അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്ത് ആ മുസ്ലിമിനെ കൊണ്ടുപോകേണ്ട വഴി അതൊന്നും പണ്ഡിത സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിക ആദർശ പ്രസ്ഥാനങ്ങൾ അത് മറന്നുപോയി. ഇത് ചെയ്യുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെ ബഹുമാനികളെ. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ദൗത്യം അല്ലാഹുവിന്റെ അടിമയെ അല്ലാഹുവുമായി ബന്ധിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ചെയ്യുന്നത്. ഇതിവിടെ എവിടെ കാണാനുണ്ട്? ഏത് സ്റ്റേജിൽ കാണാനുണ്ട്? ഏത് പണ്ഡിതന്റെ പ്രഭാഷണത്തിൽ കാണാനുണ്ട്? അല്ലാഹുവിനെ കുറിച്ചുള്ള ചർച്ചയില്ല, അല്ലാഹുവിനെ കുറിച്ച് മിണ്ടുന്നില്ല, അല്ലാഹുവുമായുള്ള ബന്ധത്തെക്കുറിച്ച് വർത്തമാനമേ ഇല്ല. അല്ലാഹുവിന്റെ ചില കർമ്മങ്ങൾ, അല്ലാഹു ചെയ്യാൻ കൽപ്പിച്ച ചില കർമ്മങ്ങൾ അത് ചെയ്യുക, അത് കാര്യത്തിന് നേരത്തിന് അല്ലാഹുവിന് ചെയ്തു കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കുക, അല്ലാഹ് ചെയ്യേണ്ടത് അല്ലാഹ് കൊടുക്കുക. ഇതിലപ്പുറം 5 നേരത്തെ നമസ്കാരം 10-20 മിനിറ്റ് അല്ലാഹ്ക്ക് വേണ്ടി നീക്കിവെച്ച് ബാക്കി ദിവസത്തിന്റെ 23.5 മണിക്കൂറും ദുനിയാവ് സമ്പത്ത്, ആഡംബരം, സൗഖ്യം, സുഖം, കളിതമാശകള്, വിനോദങ്ങള്, ഈ കാര്യങ്ങളിൽ മാത്രം മുറുകിക്കൊണ്ട് അല്ലാഹ്ക്ക് ചെയ്യാനുള്ളത് അല്ലാഹ്ക്ക് ചെയ്തു കൊടുക്കുക, എനിക്കുള്ളത് ഞാൻ ചെയ്യുക എന്ന് മനസ്സിലാക്കി പോകുന്ന ഈ കാഴ്ചപ്പാടിൽ നിന്ന് മുസ്ലിമിനെ പിന്തിരിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ആദർശങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പരീക്ഷണാർത്ഥം പരീക്ഷിച്ചു നോക്കൂ ബഹുമാനികളെ. മാറ്റങ്ങൾ കാണാൻ, ദർശനങ്ങളുടെ പ്രതിഫലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഇതിന് മറ്റൊന്നും പേടിക്കേണ്ടതില്ല, ഒന്നും സംഭവിക്കാൻ ഇവിടെ പോകുന്നില്ല. ആദർശങ്ങൾ പഴക്കുന്നില്ല, അഖീദകൾ പഴക്കുന്നില്ല, ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. ഇല്ലാത്തത് പറഞ്ഞുകൊണ്ട്, ഒരിക്കലും സംഭവിക്കാത്തത് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കിതാബുകളിൽ മഹാന്മാർ എഴുതിയ വചനങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് മറ്റൊന്നടിച്ചേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യുന്നവരാണ്, നിങ്ങൾ ഫോട്ടോ ആരാധിക്കുന്നവരാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണ്, ഇങ്ങനെ ചെയ്യുന്നവരാണെന്ന് പറഞ്ഞ് തലക്ക് മേൽ ഏൽപ്പിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് അകറ്റി നിർത്തുമ്പോൾ നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കണേ. ഈ പറയപ്പെടുന്ന ഈ വൈകല്യങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ട്, പരീക്ഷിക്കണം. നിങ്ങൾക്ക് പരീക്ഷിക്കാൻ ബാധ്യതയുണ്ട്. ആ ബാധ്യത നിങ്ങൾ പണ്ഡിതന്റെ തലയിൽ വെച്ച് കിട്ടിയാൽ നിങ്ങളുടെ ഖബറിലേക്ക് പണ്ഡിതൻ കടന്നു വരില്ല, ഇസ്ലാമിക സംഘടന കടന്നു വരില്ല. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക എന്നിട്ട് നിസ്സാരമായ കൊച്ചു ചോദ്യങ്ങളെ ഖബറിന്റെ മടിത്തട്ടിൽ വെച്ച് റൂഹൂതപ്പെട്ട മനുഷ്യനോട് ചോദിക്കുമ്പോൾ അതിനുത്തരം നൽകാൻ പണ്ഡിതൻ വരില്ല, പണ്ഡിത ദേശകാർ വരില്ല, സംഘടനക്കാർ വരില്ല, സംഘടനയുടെ നേതാക്കൾ വരില്ല. നിങ്ങളും നിങ്ങളുടെ ഖബറും നിങ്ങൾ മനസ്സിലാക്കിയ ആദർശവും നിങ്ങളുടെ ഈമാനും മാത്രമേ നിങ്ങൾക്ക് ഉപകരിക്കുകയുള്ളൂ ബഹുമാനികളെ. ഇതിന് നമ്മൾ നല്ലൊരു കുറുക്കു വഴി സ്വീകരിച്ചിരിക്കുകയാണ്. ദീനിൽ നിന്ന് രക്ഷപ്പെടാൻ, ദീനിന്റെ കാര്യങ്ങൾ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കാതെ അതൊക്കെ നമ്മൾ പണ്ഡിതന്റെ തലയിൽ വെച്ച് കിട്ടിയിരിക്കുകയാണ്. പണ്ഡിതൻ അത് സ്വമേധയാ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. അത് നിങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങൾ നമസ്കരിക്കുക, മറ്റൊക്കെ നിങ്ങൾ ചെയ്യുക. ദുആ ചെയ്യാൻ ഞങ്ങളുണ്ട്, സ്വർഗം വാങ്ങിത്തരാൻ ഞങ്ങളുണ്ട്, എല്ലാത്തിനും ഞങ്ങളുണ്ട്. ഇങ്ങനൊരു ആദർശം അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചതല്ല. തന്റെ ഓമന മകൾ കരളിന്റെ രക്ഷമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പോലും പ്രവാചകർ പറയുന്നത് ഉപ്പായെ പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ മകളെ നീ നിൽക്കരുത്, കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അല്ലാഹുവിലേക്ക് അടുക്കുക എന്ന് സ്വന്തം മകളോട് പ്രവാചകർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കബറാളിയുടെ ഖബറിലേക്കും നാം എന്ന് മനസ്സിലാക്കുന്ന നാം അത്താണിയായി നാം തലയിലേൽപ്പിക്കപ്പെട്ടവർ വരില്ല എന്ന് ശ്രദ്ധിക്കുക. മറിച്ച് തന്റെ ഖബർ വെളിച്ചമാക്കാൻ താൻ തന്നെ പാടുപെടണം. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുന്ന ബഹുമാനികളെ, നമസ്കാരം കൊണ്ട് സമാധാനിക്കുന്ന ഇന്നത്തെ മുസൽമാൻ, നോമ്പ് കൊണ്ട് സമാധാനിക്കുന്ന ഇന്നത്തെ ആധുനിക മുസൽമാൻ ഈ കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഒരു കൊല്ലത്തിന്റെ 11 മാസവും 10-20 മിനിറ്റ് മാത്രം അല്ലാഹ്ക്ക് ചെലവഴിച്ചുകൊണ്ട് 12ാമത്തെ മാസത്തിൽ കുറച്ച് പട്ടിണി കിടന്നുകൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ലാഹ്ക്ക് ചെയ്യാനുള്ളത് മുഴുവനും ചെയ്തു കഴിഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ സ്വർഗത്തിന് ബാധ്യസ്ഥനായി മാറി, കാരണക്കാരനായി മാറി എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട്, തെറ്റിൽ വ്യാപൃതനായിക്കൊണ്ട്, കളിതമാശകളിൽ വ്യാപൃതനായിക്കൊണ്ട്, പണ്ഡിതന്റെ അനുവാദത്തോടുകൂടി, പണ്ഡിതന്റെ ഒത്താശയോടുകൂടി ടിവിക്ക് മുന്നിൽ പോയിക്കൊണ്ട് അല്ലാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ സ്വർഗത്തിന് തകരാറില്ലാത്ത വിഷയങ്ങളാണെന്ന് മനസ്സിലാക്കി നാം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക.
ഈ ഖബറിന്റെ നടുത്തട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകക്കാരായ മലക്കുകളെ പറഞ്ഞയച്ചുകൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കുന്നേയില്ല. കർമ്മത്തെക്കുറിച്ച് അവിടെ ചോദ്യമില്ല. നീ നമസ്കരിച്ചോ, നോമ്പ് നോറ്റോ, ചോദ്യമേ അവിടെയില്ല. മറിച്ച് ചോദിക്കുന്നത് വെറും ആദർശമാണ്, ഈമാനാണ്. മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക. ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ നബി, ഏതാണ് നിന്റെ ഖിബ്ല എന്നിത്യാദി ആദർശങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ റബ്ബിനെ മനസ്സിലാക്കാതെ റബ്ബിനെ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് അർശിന്റെ മുകളിൽ കുരിശിൽ ഇരുത്തിക്കൊണ്ട് അതിവിദൂരമായി മനസ്സിലാക്കിക്കൊണ്ട് ആ റബ്ബുമായി ജീവിതത്തിന്റെ ഒരു മേഖലയിലും യാതൊരു ബന്ധവും സ്ഥാപിക്കാതെ യാതൊരു മാനസിക വികാരവുമില്ലാതെ സ്നേഹമില്ല, ഭയമില്ല, ഒന്നുമില്ലാത്ത ഒരു വികാരവുമില്ലാത്ത നിർവികാരമായി കൊണ്ട് ജീവിക്കുന്ന ഈ കാഴ്ചപ്പാട് ഒരു മുസ്ലിം വെച്ച് പുലർത്തിയാൽ അവൻ പള്ളിയുടെ ഉള്ളിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ലെങ്കിലും അവൻ പള്ളിയുടെ റൂം അവന്റെ താമസ സ്ഥലമാക്കി മാറ്റിയാലും മൻ റബ്ബുക എന്ന ചോദ്യത്തിന് ഒരു പക്ഷേ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ബഹുമാനികളെ. കാരണം ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ റബ്ബ് എന്ന ചോദ്യത്തിന് അല്ലാഹു റബ്ബി എന്ന അറബി കൊച്ചുവാചകം പഠിച്ചു വെച്ച് ചോദിക്കട്ടെ, മുൻകർണക്കീർ വരട്ടെ, അപ്പോൾ ഉത്തരം നൽകാമെന്ന ധൈര്യത്തിലിരിക്കുന്നുണ്ടെങ്കിൽ ഖബറിന്റെ നടുത്തട്ടിൽ ഈ ചുണ്ടുകൾ സംസാരിക്കില്ല, നാക്കുകൾ സംസാരിക്കില്ല. ഖബറുമായി ബന്ധപ്പെട്ടത് നമ്മുടെ കൽബാണ്, കൽബിന്റെ ലോകമാണ്, ആലമുൽ ബർസഖാണ്. അവിടെ ചോദിക്കുന്നതും ഉത്തരം നൽകപ്പെടുന്നതും കൽബാണ്, കൽബിനോട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കൽബില് അല്ലാഹുവിനെ മാത്രം റബ്ബായി മനസ്സിലാക്കിക്കൊണ്ട് ആ റബ്ബിന്റെ സാന്നിധ്യത്തിൽ ജീവിച്ച് കച്ചവടക്കാരനായാലും കർഷകനായാലും തൊഴിലാളിയായാലും പണ്ഡിതനായാലും ആരായാലും എന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം രാജാതിരാജനായ റബ്ബാണ്. അവന്റെ പരിപാലനമാണെന്നും നടക്കുന്നത്, അവനാണ് ഇരുത്തുന്നത്, അവനാണ് നടത്തുന്നത്, അവനാണ് കിടക്കുന്നത്, അവനാണ് ഉറക്കുന്നത്, അവനാണ് തീറ്റുന്നത് എന്ന് വേണ്ട എന്റെ ജീവിതത്തിന്റെ അഖില മേഖലയിലും ചെറുതാവട്ടെ വലുതാവട്ടെ അടിതൊട്ട് മുടിവരെ എന്നെ പോറ്റി വളർത്തുന്നത് രാജാതിരാജനായ റബ്ബാണെന്ന് മനസ്സിലാക്കി അവന്റെ പരിപാലനത്തിൽ സദാസമയവും മുഴുകിക്കൊണ്ട് അതിനും നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു തടിക്ക് മാത്രമേ, ഒരു കൽവിന് മാത്രമേ മൻ റബ്ബുക എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുള്ളൂ. ബഹുമാനികളെ, ചിന്തിക്കുക. എനിക്ക് ഉത്തരം നൽകാൻ കഴിയും, നിങ്ങൾക്ക് കഴിയില്ല എന്നല്ല പറയുന്നത്. നമുക്ക് ഉത്തരം നൽകാൻ കഴിയണമെങ്കിൽ നമ്മുടെ റബ്ബിനെ നാം പരിചയപ്പെടണം. നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കൂ. നിഷ്കളങ്കമായി എന്റെ മുസ്ലിം സഹോദരങ്ങളെ, മറ്റൊന്നും ചിന്തിക്കാതെ, മറ്റൊരു സംഘടനയുടെ കാര്യങ്ങളും ചിന്തിക്കാതെ നിങ്ങൾ അടുത്ത സമയം മരിക്കുമെന്ന് പ്രതീക്ഷിക്കൂ. നിങ്ങൾ അടുത്ത സെക്കൻഡിൽ നിങ്ങളുടെ റൂഹ് പിരിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കൂ. ഇൻഷാ അല്ലാഹ് വൈകാതെ നിങ്ങളെ ഖബറിന്റെ നടുത്തട്ടിൽ കൊണ്ടുപോകും. അവിടുന്ന് അല്ലാഹു മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കൽബിന്റെ അന്തരംഗത്തിൽ അല്ലാഹുവിനെ റബ്ബായി മനസ്സിലാക്കാൻ എപ്പോഴെങ്കിലും അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ലാഹു റബ്ബാണ് എന്ന് പറഞ്ഞാൽ പോരാ, അത് വാക്കുകൊണ്ട് കളിച്ചാൽ പോരാ. അല്ലാഹു മാത്രമാണ് എന്റെ റബ്ബ്. എന്റെ കച്ചവടമല്ല എന്നെ പോറ്റിയത്, എന്റെ കൃഷിയല്ല എന്നെ പോറ്റുന്നത്, എന്റെ പിതാവല്ല എന്നെ പോറ്റുന്നത്, എന്റെ ഭർത്താവല്ല പോറ്റുന്നത്, മക്കളല്ല പോറ്റുന്നത്, ഗൾഫല്ല പോറ്റുന്നത്, ഒരു ഘടകമല്ല എന്നെ പോറ്റുന്നത്. ലാ റബ്ബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ എന്റെ റബ്ബായി മറ്റൊരുത്തനില്ല, മറ്റൊരു ഘടകമില്ല, മറ്റൊരു വാക്കില്ല എന്ന് കൽബിൽ കുടിയിരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ലേ എന്ന് തിരിച്ചറിയാൻ അളവുകോലുകളുണ്ട്. ബഹുമാനികളെ, നമ്മുടെ കച്ചവടത്തിന് ചെറിയൊരു താളപ്പഴവുകൾ വന്നാൽ, നമ്മുടെ കൃഷിയിടത്തില് 4 തെങ്ങിന്റെ മണ്ട കരിഞ്ഞു പോയാൽ, നാം കൃഷി ചെയ്യുന്ന റബ്ബറിൽ നിന്ന് പാല് കിട്ടാതിരുന്നാൽ, നമ്മുടെ ഗൾഫിലെ ജോലിക്ക് വല്ല ഭംഗവും സംഭവിച്ചാൽ, നമ്മുടെ ബാങ്ക് ബാലൻസിന് വല്ല പ്രശ്നവും സംഭവിച്ചാൽ, ഏതൊരു ഘടകമാണ് നമ്മുടെ ഭൗതിക ജീവിത മാർഗമെങ്കിൽ ആ മാർഗത്തിൽ ചെറിയൊരു താളപ്പഴവ് സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിരളുന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് മുഷിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ, ചെറിയൊരു കുട്ടി വിഷം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഉറപ്പുള്ള കയറുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഈ കൽബേറ്റെടുത്തിട്ടില്ല എന്ന് പോറ്റുന്നത് എന്റെ റബ്ബാണ്. ഇത് ഏറ്റെടുക്കേണ്ട വിഷയമാണ്, പറയേണ്ട വിഷയമല്ല. ഇതാരെങ്കിലും പറഞ്ഞത് കേൾക്കേണ്ട വിഷയമല്ല. ഏതെങ്കിലും ഉസ്താദ് വീട്ടിൽ പറഞ്ഞതുകൊണ്ട് സമാധാനിക്കേണ്ട വിഷയമല്ല. കച്ചവടക്കാരൻ ചിന്തിക്കട്ടെ, കർഷകൻ ചിന്തിക്കട്ടെ, ജോലിക്കാരൻ ചിന്തിക്കട്ടെ, ഈയുള്ളവനും നിങ്ങളും ചിന്തിക്കുക. ബഹുമാനികളെ, എന്നെ പോറ്റുന്നത് രാജാതിരാജനായ റബ്ബാണെന്ന് എന്റെ മനസ്സിന് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മൻ റബ്ബുക എന്ന ചോദ്യത്തിന് ഇൻഷാ അല്ലാഹ് നമ്മുടെ കൽബ് ഉത്തരം നൽകും. ഇത് പഠിക്കാതെ, ഇത് മനസ്സിലാക്കാതെ
ചിന്തിക്കാതെ അല്ലാഹുവുമായി പരിചയപ്പെടാതെ ഈ ദുനിയാവിന്റെ കളിതമാശകളിൽ മുഴുകിക്കൊണ്ട് കേവലം ചില കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മരിക്കുന്നതുവരെ ദിവസത്തിന്റെ സമയങ്ങൾ തികയാതെ 24 മണിക്കൂറും മതിയാകാതെ ദുനിയാവ് സമ്പാദ്യം പെണ്ണ് മെണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ആധിക്യത്തിന് വേണ്ടി അതിന്റെ വർധനവിന് വേണ്ടി ഒരു അമുസ്ലിം സഹോദരൻ എത്ര പരിശ്രമിക്കുന്നു, അവനേക്കാൾ 1 ഇഞ്ച് കൂടുതൽ പരിശ്രമിച്ചുകൊണ്ട്, 1 ചാൻ കൂടുതൽ പരിശ്രമിച്ചുകൊണ്ട് ദുനിയാവ് 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 വൃദ്ധനും യുവാവും വയോധികനും എന്ന് വേണ്ട സർവസ്വവും ദുനിയാവ്